ഇന്ന് നമ്മൾ തൃശ്ശൂർ അമലയിൽ എന്താ പറയുക വെലങ്ങാങ്കുന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. തൃശ്ശൂർക്കാരി എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അവിടേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴി തന്നെ ഇതുപോലെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇത്രയും മരങ്ങളുള്ളൊരു സ്പോട്ട് ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൃശ്ശൂർ ടൗണിൻ്റെ തിരക്കേറിയ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇവിടെ കപ്പിൾസാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള ഫാമിലി ആയിട്ട് ആരും അധികം വരുന്നില്ല അത്രേ. അല്ല, കപ്പിൾസ് വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഫാമിലീസ് ഇതുപോലെ ഒന്ന് കാമാവാൻ ഒന്നിനും വേണ്ടിയിട്ട് അധികം വരാറില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പോട്ടിൽ എന്താ പറയുക, അത് വരാത്തതൊരു മോശമുള്ള ഒരു കാര്യമില്ലേ. ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടായിട്ട് നിങ്ങൾ കുട്ടികളെയൊക്കെ ആയിട്ടൊന്ന് ചെന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല റീലൊക്കെ എടുക്കാൻ പറ്റും, നല്ല ഡാൻസൊക്കെ കളിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് റീലെടുക്കാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ നമ്മൾ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. ആക്ച്വലി ഈ ഫോണിലായ കാരണം ഇത്ര ക്ലാരിറ്റി ഉള്ളൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്നറിയോ കാണാൻ. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കാണുന്നതല്ല, നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് ചെന്ന് നോക്കി നോക്കും. തൃശ്ശൂരിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പോകണം. ഒന്ന് ലൊക്കേഷൻ ഇട്ടിട്ട് ഒന്ന് പോയി നോക്കി നോക്കാം. അത്രയ്ക്ക് അടിപൊളിയാണ്. വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ പാർക്കുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിൽ പോയിട്ട് കളിക്കാവുന്നതാണ്. ഞാനിത് ഒറ്റ വോയിസ് ഇരുന്നിട്ട് ഒറ്റ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാൻ എഡിറ്റിംഗ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, പാർക്കിലേക്ക് പോവാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പാർക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വന്നതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കുറവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ എന്തായാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ആൻഡ് ഇത് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ പറ്റിയൊരു സ്പോട്ട്, അടിപൊളി സ്പോട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി രസമുണ്ട് ഇവിടേക്ക് കാണാൻ. രണ്ട് ചെറിയ കുട്ടികൾ ഇവിടെ കളിക്കുകയാണ് ഗൈസ്. രണ്ട് ചെറിയ കുട്ടികൾ. ഓക്കെ, അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. 2-3 പേര് കളിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇപ്പൊ ഒരാൾ കെട്ടിപ്പറഞ്ഞു. നമുക്ക് കാണാം, അങ്ങോട്ട് നോക്കൂ. പുതിയ കയറാത്. ഞാൻ അന്ന് വരുമ്പോ കറുത്ത കയറായിരുന്നു. സിമ്പിളാണ്.
ആ കുഴിയിൽ വിളിച്ച് 2 കാലം ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങ്, സിമ്പിളാണ്. ഓക്കെ, ഒരു മുതുക്കനും മുതുക്കിയിരുന്ന് കളിക്കുന്നതാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കണത്. എത്ര വയസ്സായി? 15 വയസ്സ്. അഞ്ചനക്ക് എത്ര വയസ്സായി? 10 വയസ്സ്. എനിക്ക് മാത്രമാണ് കുറച്ച് ഏജ് ആയിട്ടുള്ളത് കേട്ടോ. 38 വയസ്സ്. 38 വയസ്സൊന്നുമില്ല. ഇതുമ്പോ കളിച്ചിട്ട് ഈ 2 എണ്ണത്തിന് ഇതേ ആ നിൽക്കുന്ന ചേച്ചിയുടെ പിന്നെ നല്ല ആട്ട് കേട്ടുട്ടോ. കാരണം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിരുന്നു. അപ്പൊ ഇവര് 2 പേരും കളിച്ചിട്ട് നല്ല ആട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കളിക്കാത്ത കാരണം ഇവർക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. ഓക്കെ, 2 പേർക്കും നല്ല ചീത്ത കേട്ട്. നോക്കട്ടെ, 2 പേരുടെ ഫേസ് ഒന്ന് കാണിക്കൂ പ്ലീസ് ഗൈസ്. കണ്ടോളൂ ഗൈസ്. നോക്കോ, എനിക്ക് എത്ര 32 വയസ്സാ, 35 വയസ്സാ. നാണുണ്ടോ മുതുക്കന്? ഓക്കെ, പാർക്കൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ താഴത്തെ ആ വ്യൂ പോയിന്റ്സിലേക്ക് നമുക്ക് പോവാണ്.